ഇതര സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ ഇലക്ഷന്റെ ഭാഗമായി സംസ്ഥാനത്ത് നിന്നുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ മടക്കം കാർഷിക മേഖലയെ താറുമാറാക്കുന്നു. പൈനാപ്പിൾ കൃഷി മേഖലയെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മടക്കം ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിലാണ് പൈനാപ്പിൾ വിളവെടുക്കുന്നത്. ഈ സമയത്ത് തന്നെ പൈനാപ്പിൾ കൃഷിമേഖലയിൽ ജോലി ചെയ്തിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങിയതാണ് കർഷകർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. സാധാരണയായി ഏകദേശം 1000 രൂപയ്ക്കാണ് തൊഴിലാളികൾ വിളവെടുപ്പിന് എത്താറുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ തൊഴിലാളികളുടെ ക്ഷാമം മൂലം 2800 രൂപ മുതൽ 3000 രൂപ വരെയാണ് ലഭ്യമായ തൊഴിലാളികൾക്ക് നൽകേണ്ടി വരുന്നതെന്ന് കർഷകർ പറഞ്ഞു. ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇലയിടുവാണ്. അതിൽ കൂടുതലായിട്ട് തൊഴിലാളി ക്ഷാമം. ഇന്നലെ ഞങ്ങൾ ഹിന്ദിക്കാരെ അന്വേഷിച്ച് മോട്ടോർ ചെന്നപ്പോൾ 1100 രൂപ കൂലി ഉണ്ടായിരുന്നത് അവർ 3000 രൂപയാണ് കൂലി കഴിക്കണം. ഇപ്പോൾ നമ്മൾ ഈ ചക്ക വെട്ടി വാഴക്കുളം മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്താൽ 13 രൂപ കിട്ടുള്ളൂ. നമ്മൾ ഈ തൈ വെക്കുമ്പോൾ ഒരു തൈ 15 രൂപ കൊടുത്ത് മേടിച്ചാൽ അപ്പോൾ ഈ 3000 രൂപ കൂലി കൊടുത്ത് ഇത് ഒന്നും മുതലാവില്ല. അപ്പോൾ ഞങ്ങൾ നിൽക്കണമെങ്കിൽ എല്ലാവരും ചെറുകിട കൃഷിക്കാരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇപ്പോൾ 8 പേർക്കൂടെ കൂടി ഒരു 80-90 ഏക്കർ സ്ഥലം കൃഷിയുള്ളൂ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞങ്ങളൊക്കെ കൃഷിക്കാരൻ്റെ പേരിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഇന്ന് ഉച്ച ഒരു 1 മണിയോടുകൂടി ഞങ്ങൾ 9 ടൺ ലോഡ് കയറുന്ന ഒരു വണ്ടി കയറ്റി വിടും. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത സുഹൃത്തിൻ്റെ ഉണ്ട്, അത് കിട്ടും. കാരണം ഇപ്പോൾ 9 പണിക്കാരെ വിളിക്കണമെങ്കിൽ 27,000 രൂപ കൂലിയാവും. അപ്പോൾ അത് താങ്ങാൻ പറ്റില്ല. കൃഷിക്കാർ പൈനാപ്പിൾ കൃഷി ഏറ്റവും പ്രതിസന്ധി നേരിടുന്നതാണ്. വിദഗ്ധരായ തൊഴിലാളികൾ മുഴുവനായി നാട്ടിലേക്ക് മടങ്ങിയതോടെ വിളവെടുപ്പ് താളം തെറ്റിയിരിക്കുകയാണ്. ഇതോടെ കർഷകർ തന്നെ നേരിട്ടിറങ്ങിയും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് വിളവെടുപ്പ് നടത്തേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ. വാഴക്കുളം, ആവോലി മേഖലകളിലെ കർഷകരാണ് പ്രതിസന്ധി നേരിടുന്നത്. വിളവെടുപ്പ് വൈകിയാൽ പൈനാപ്പിളുകൾ ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ ഏറെ പ്രയാസങ്ങൾ സഹിച്ചും കർഷകർ വിളവെടുപ്പ് തുടരുകയാണ്. ഇതിനൊപ്പം വിപണിയിൽ വിലയും കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 1 കിലോ പൈനാപ്പിളിന് ഏകദേശം 65 രൂപയായിരുന്നു വില. എന്നാലിപ്പോൾ പൈനാപ്പിളിന്റെ വില കിലോഗ്രാമിന് 13 രൂപയാണ്. കുറഞ്ഞ വിലയും ഉയർന്ന തൊഴിലാളി ചെലവും കർഷകരെ സാമ്പത്തികമായി തളർത്തുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.